നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറക്കക്കുറവ് വളരെ വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉറക്കക്കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെയധികം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി ഈ IT ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഓവർ സ്ട്രെസ്, സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള വർക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഉറക്കക്കുറവ് വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ ഈ കിടക്കാൻ നേരത്ത് ഈ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് തന്നെ ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് മാക്സിമം നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിലെത്തുന്നത് തന്നെ 8 മണി 8:30 ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുളിച്ച ഉടനെ തന്നെ ഒരു 9 o'clockനുള്ളിൽ തന്നെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൈൽഡായിട്ട് നടക്കാൻ ശ്രമിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 100 സ്റ്റെപ്പെങ്കിലും. ഓക്കെ, ഇപ്പോൾ 9 മണിക്ക് നിങ്ങൾ ഡിന്നർ കഴിച്ചാൽ 10, 11, ഒരു 11:30 തന്നെ നിങ്ങൾ കിടക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 to 2.5 hour ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം കിടക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 100 സ്റ്റെപ്പ് നടന്നതിന് ശേഷം വജ്രാസനം കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാരണം ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പറ്റുന്ന ആകെയുള്ളൊരു യോഗ പോസ് എന്ന് പറയുന്നത് വജ്രാസനമാണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നമ്മൾ രാത്രി കാലങ്ങളിൽ ഈ സ്റ്റിമുലൻസ് ആയിട്ടുള്ള കോഫി, ടീ ഒക്കെ കുടിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ മാക്സിമം കുറച്ച് കൊണ്ടുവരാം. കാരണം കിടക്കാൻ നേരത്തെ ഇങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റിമുലൻസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കിടക്കാനുള്ള സമയത്ത് ഒരു കാരണവശാലും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് റൂമിൽ ഇടാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു 11:30 കിടക്കുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10:30 ശേഷം ബ്രൈറ്റ് ലൈറ്റുള്ള ലൈറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. വാം ലൈറ്റ്സ് യൂസ് ചെയ്യാം. കിടക്കുന്ന സമയമാകുമ്പം റൂം എപ്പോഴും ഡാർക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ TV അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് നന്നായിട്ട് കുറയ്ക്കുക. ഫോണൊക്കെ നോക്കി കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഉറക്കം കിട്ടില്ല. ഓരോ റീൽസും നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ മിഡ് നൈറ്റ് വരെ അത് ആ ഒരു പ്രൊസീജിയറിലൂടെ പോകുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളുണ്ട്. അതുപോലെ ഒരുപാട് ഹെൽത്ത് ടിപ്സും യോഗാസനങ്ങളും അതുപോലെ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണ് ഈ ഉറക്കക്കുറവിന്. നമ്മൾ ഇൻസോംനിയ എന്നുള്ളൊരു ടേം പറയുമെങ്കിലും അത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അപ്പം ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കറക്റ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. വെള്ളം കുടിക്കുന്ന കാര്യമാണെങ്കിലും ഓവർ സ്ട്രെയിനും നിങ്ങൾ എടുക്കരുത്. സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഉറക്കക്കുറവിനെ. അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ട്രീറ്റ് ചെയ്താൽ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന പല ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആയുർവേദം വളരെ നല്ല രീതിയിലാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ സജഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശിരോധാര പോലുള്ള ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ ശിരോ അഭ്യംഗം, അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.